ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം RY ഗെയിമിംഗ് PH. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ഗെയിമെന്ന് വെച്ചാൽ നമ്മുടെ ക്ലാഷ് കോഡ് FPP എന്ന് പറയുന്നൊരു മോഡുണ്ട്. അപ്പോൾ പുതിയതായിട്ട് വന്നതാണ്, നമ്മുടെ ഈ ഒരു ഇതിൽ വന്നതാണ് ഗായ്സ്. നമ്മുടെ ഈ ഒരു അപ്ഡേറ്റ് വന്നതാണ്. നമുക്ക് ആ FPP മോഡൊന്ന് കളിച്ച് നോക്കാം. കളിച്ചിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാം. ശേഷം ഞാൻ നേരത്തെ കളിച്ചു, നല്ലൊരു മൂഡാണ്. പക്ഷെ നമുക്ക് പുറകിലുള്ള ആൾക്കാരൊന്നും കാണാൻ പറ്റില്ല ഗൈസ്. മറ്റേ ആകുമ്പോൾ നമുക്ക് എറൗണ്ട് കാണാൻ പറ്റും, പക്ഷേ ഇത് എറൗണ്ട് കാണാൻ പറ്റത്തില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ കളിയിൽ പോവാം. ഗൈസ്, നമ്മളിനി CS പുഷിങ് ആണ് നടത്തുന്നത്. നമ്മളിപ്പോൾ ഇന്നലെ കൊണ്ട് പ്ലാറ്റിനം അടിച്ച്, നമുക്ക് ഇന്ന ആളെ കൊണ്ട് ഉറപ്പാണ് അടിക്കും. ഹാങ് ടാങ്ക് ആണല്ലോ, എന്താ ഹാങ് ടാങ്ക് പോകാത്ത? സ്റ്റാർട്ട് കറോ ബായ്. ഓക്കെ ഗായ്സ്, അങ്ങനെ സ്റ്റാർട്ടായി പോയിട്ടുണ്ട്. ആരൊക്കെ ജയിക്കും, ആരൊക്കെ? Free Fire India is set in a virtual world. നമുക്ക് ഇതുവഴി ഇങ്ങനെ പോയി നോക്കാം. ഞാൻ ഒരാളെ കൊന്നുകൊണ്ടെനിക്ക് അല്ലേ ഇപ്പൊ കൊടുക്കുന്നെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഒരേ നോക്കാൻ തോന്നുന്നു കൊടുക്കുന്ന. നോക്കാം ഗൈസ്, എനിക്ക് മീന് വേണ്ടി എല്ലാവർക്കും ഒരേ തോക്കാം. ഇൻട്രസ്റ്റ് കിട്ടാണ് ഗൈസ് കളിക്കുന്നത്. നമ്മുടെ റെഡ് 20 പ്ലെയറിന് ഞാൻ ഞങ്ങളുടെ അടുത്തുള്ളൊരു കടയിൽ മേടിച്ചതാണ്. നല്ല സൂപ്പറായിട്ട് കളിക്കാം. Doom. Double takedown. ഗൈസ്, ഇപ്പോൾ നമ്മൾ 1-1 ഉള്ള സ്കോറിലാണ് ഇരിക്കുന്നത്. അടുത്ത റൗണ്ടിൽ നോക്കാം ആര് ജയിക്കും ആര് നോക്കുമെന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഗൈസ് അവന്മാരെ കുത്തിപ്പിടിച്ച കളി അങ്ങ് എടുത്തു. നമുക്ക് ദേഷ്യം പിടിക്കുക ഗൈസ്, എനിക്ക് ദേഷ്യം പിടിക്കുന്നു. ഞാൻ ഗ്രോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഗ്രോസ് എടുത്ത് ക്ലോക്ക് ടവറിലാണ് കളി. ഗായ്സ്, നമ്മളിപ്പോ 2-2 എന്നുള്ള നിലയിലാണ്. AWM എടുത്ത് Resources here. Resources here. ഇല്ല,
നൈസ്. Resources here. Resources here. ഈസെടുത്ത് ഞാൻ മിക്കവും ചാവും. കഴിച്ച് കളിയിൽ രണ്ടാമത്തെ ഈസ അല്ലല്ലോ ഒന്നാമത്തെ First kill. Double takedown. Double takedown. മൂവി എടുത്തിട്ടുണ്ട്. നേരെ ബാക്കായി പോയി. അപ്പോൾ SPP മൂഡിനെ കുറിച്ച് പറയുകയാണെന്ന് പറയാം. ഇപ്പം നല്ലൊരു മൂഡുമാണ്. ഇപ്പം അത്യാവശ്യം നല്ല സ്പീഡ് വരുന്നുണ്ട് അതിൻ്റെ അകത്ത്. ഇപ്പോൾ കൂടുതൽ സ്പീഡ് കൊടുക്കും കറീന. പിന്നെ പറഞ്ഞു വെച്ചാൽ പിന്നെ അതിൻ്റെ കുറവായ്മയാണ്. പിന്നെ നമുക്ക് സൈഡൊന്നും കാണാൻ പറ്റത്തില്ല. സാധാരണ കളിക്കുവാണെങ്കിൽ സൈഡെല്ലാം കാണാൻ പറ്റും. കാരണം ഇതാകുമ്പോൾ കാണാൻ പറ്റില്ല സൈഡൊന്നും. ഓക്കെ, അതാണ് മെയിൻ പ്രോബ്ലം. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ സ്പീഡും കൂടുതലാണ്. ആൾക്കാർ പെട്ടെന്ന് ഇപ്പോൾ മനസ്സിലാകാൻ പറ്റുന്നത്. ഇപ്പോൾ പുറകിലാളുകൊണ്ട് അടി കൊള്ളുന്നതുകൊണ്ട് മനസ്സിലാകാൻ പറ്റുന്നില്ല. അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ. ഇത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം നല്ല ഗുണങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. ടാറ്റാ.